எப்படி இருக்கு? ஃபுட்டொക്കെ எப்படி இருக்கு? நல்லா இருக்கு. சூப்பரா இருக்கு. ഹോട്ടൽ ഹരിഹരയിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ഹലോ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് അഗൈൻ സേഫ് ഗാർഡ് ഫ്ലവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. രുചികൾ തേടിയുള്ള തമിഴ്നാട്ടിലൂടെയുള്ള യാത്ര നമ്മളിപ്പോൾ എവിടെ വന്നിരിക്കുന്നത് അറിയോ? നമ്മൾ സെങ്കോട്ടയിലാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുനരൂരിൽ നിന്ന് നമ്മൾ തെങ്കാശിയിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേന് ഈ സെങ്കോട്ടയിൽ എത്തുമ്പോഴത്തേന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നതും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഹോട്ടൽ ഹരിഹരയിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. ഇവിടെ നമ്മൾ കയറി വരുമ്പോൾ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടുത്തെ കാറ്റും അതുപോലത്തെ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ യാത്ര ചെയ്ത് വരുന്നവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണ്, നമ്മളൊക്കെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇവിടെ ഒരുപാട് ഫാമിലീസ് ഒക്കെ വന്നിട്ട് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ നമുക്ക് ഇവിടെ കുറച്ച് ഫാമിലീസ് ഉണ്ട്. ஹாய் சார், வணக்கம். எப்படி இருக்கு ஃபுட்? எப்படி இருக்கு? எல்லாம் அருமையா இருக்கு. நாங்க அதனால தான் லைக் பண்ணி பிரேக்ஃபாஸ்ட் ഒക്കെ சம்ம எல்லாமே நல்லா இருக்கு. நல்லா இருக்கு. எல்லாம் நல்லா இருக்கு. எந்த குறையும் கிடையாது. எல்லாம் வரவங்க எல்லாமே இங்க வந்து சாப்பிடலாம். ஒண்ணு பிடிச்சல. சூப்பரா இருக்கு. எல்லாமே ഹെൽത്തി ഫുഡാണ്. நல்ல ஃபுட். ഈ തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്ത് കുറച്ചൊക്കെ തമിഴൊക്കെ പഠിച്ചു തുടങ്ങി കേട്ടോ. எப்படி இருக்கு? ஃபுட்டൊക്കെ எப்படி இருக்கு? நல்லா இருக்கு. சூப்பரா இருக்கு. ஃபுட்டൊക്കെ எப்படி இருக்கு மேடம்? நல்லா இருக்கு. இஷ்டப்பட்டு. ஹாய், ஹலோ. எப்படி இருக்கு ஃபுட்? எப்படி இருக்கு? நல்லா இருக்கு. സൂപ്പർ. ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ആയിക്കാ. ഓക്കെ. ഒരു കുഞ്ഞു വാവയുടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. വലിയ ഇലയിലൊക്കെയാണ് ആള് കഴിക്കുന്നത്. വാവയുടെ പേരെന്താ? ഓ, ആ. எப்படி இருக்கு பூரி பாஜி? எப்படி இருக்கு? ഈ ഹരിഹര ഹോട്ടലിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്വാമി സാർ ഇവിടെ ഉണ്ട്. സാർ വണക്കം. சார் எப்படி இருக்கு பிசினஸ்? நம்ம பிசினஸ் தொடங்கிட்டு ஒரு 11 வருஷம் ஆகி. ஆமா, இந்த கடை தொடங்கிட்டு ஒரு 2 வருஷம் ஆகி. 2 വർഷം. അടുത്ത് പുളിയരയിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. അവിടുത്തെ வந்து ഒരു 6 വർഷം ആയി. ആമാ. ഓക്കെ സാർ, എന്നോട് മലയാളം അറിയാം. ഓക്കെ. എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ്? സ്പെഷ്യൽ வந்து ഇവിടുത്തെ வந்து ഇഡ്ഡലി, പൂരി, മസാല ദോശ, നെയ് റോസ്റ്റ്, മതിയം ഊണ് എല്ലാം ഉണ്ട്. ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്ന ഒരു ഐറ്റം ഏതായിരിക്കും ഇതിനകത്ത്? ഓർഡർ ഇതാ ഫ്രൈഡ് റൈസ്, இந்த மாதிரி ഐറ്റങ്ങൾ, മസാല ദോശ, നെയ് റോസ്റ്റ്, പൂരി, ഇഡ്ഡലി. ഓക്കെ. സെങ്കോട്ട വഴി യാത്ര ചെയ്യുന്ന ആൾക്കാരോടൊക്കെ, ഇങ്ങോട്ട് വരുന്നവരോടൊക്കെ എന്താണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്? അവർ കേൾക്കുന്നത് കൊടുക്കും ഞങ്ങളെ. ഓക്കെ. അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് നല്ല ടേസ്റ്റ് ആയിട്ട് ഞങ്ങളെ കൊടുക്കും. ഹെൽത്തി ആയിട്ട് കൊടുക്കും അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അതാ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഹരിഹര ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡുകളൊക്കെയാണ് കേട്ടോ. ഇത് സാധാരണ എല്ലാ വെജിറ്റേറിയൻ ഹോട്ടൽസിൽ പോയിട്ടുണ്ടെങ്കിലും കാണുന്ന ആ ഒരു ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ് റോസ്റ്റ് ഉണ്ട്, പിന്നെ ഒണിയൻ ദോശയുണ്ട്, പിന്നെ നമ്മുടെ മസാല ദോശയുണ്ട് കേട്ടോ. അപ്പം ഏതിൽ നമുക്ക് തുടങ്ങണം? നമുക്ക് ഫസ്റ്റ് ഇവിടുത്തെ ഹരിഹര ഹോട്ടലിലെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം നെയ് റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. നമുക്ക് ആദ്യം, എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കി. ഇവിടുത്തെ സാമ്പാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു ചുവന്ന കളറൊന്നും അല്ല കേട്ടോ, കുറച്ച് മഞ്ഞ കളറൊക്കെ കൂടുതലാണ്. പിന്നെ സാധാരണ തമിഴ്നാട്ടിൽ എവിടെ വന്നാലും ഇതുപോലത്തെ ചമ്മന്തി ഉണ്ടാവുമല്ലോ. ഓക്കെ, ആ ചമ്മന്തി ഉണ്ട് കേട്ടോ. ഓക്കെ, ടേസ്റ്റ് ചെയ്യട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ആണ്, നല്ല വിശപ്പുണ്ട്. ഞാൻ തുടങ്ങുവാണേ. ചമ്മന്തിക്ക് നല്ല എരിവുണ്ട് കേട്ടോ. എരിവ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഓക്കെ, ഇനി നമുക്ക് നേരെ നമുക്ക് അടുത്ത സാധനം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാ ഒണിയൻ ദോശ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒണിയൻ ദോശയൊക്കെ ഇപ്പം ഇങ്ങനെ ചൂടോടെ കൊണ്ട് വെച്ചേക്കാണേ. അതും ഇതേപോലെ തന്നെ സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അകത്ത് ഇവർ കുറച്ച് സവാളയും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ശരിക്കും ഈ ഓണിയൻ ദോശയിലെ ഒരു പ്രത്യേകത. ഓക്കെ, ഇതും നേരെ സെയിം മെത്തേഡിലാണ് ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. മൂന്നുകൂടെ ടേസ്റ്റ് ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഫീൽ കിട്ടത്തുള്ളൂ.
കൊള്ളാം. കുറച്ച് സവാളയും കൂടെ ആകുമ്പോഴത്തേനും ആ ഉണിയൻ്റെ ഫ്ലേവറും ഇങ്ങൊന്ന് കുത്തുന്നുണ്ട്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നേരെ മസാല ദോശയും കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം നേരെ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിവിടെ തുടങ്ങാൻ വേണ്ടി പോവാണ്. കൊള്ളാം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ പൂരി ഇലയിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുന്ന എല്ലാവർക്കും ഇലയിലാണ് കേട്ടോ ഫുഡ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലേറ്റിലൊക്കെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇലയിലാണ് ഇവിടെ ഫുഡും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അത് രസമുള്ള കാഴ്ചയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉച്ചയ്ക്കല്ലേ ഇലയടക്കം ഫുഡ് കൊടുക്കുന്നത്. ഇവിടെ രാവിലെ തന്നെ ഇലയിലാണ് ആ ഫുഡ് കഴിക്കുന്നത്. അതൊരു രസമുള്ള കാഴ്ചയാണ് കേട്ടോ. എല്ലാവരും ഇലയിൽ ഫുഡൊക്കെ കഴിക്കുന്നതാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഞാനിവിടെ തുടങ്ങുകയാണ്. അപ്പം കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെങ്കോട്ടയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കുശാലായി കേട്ടോ. അപ്പം നമുക്ക് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് തന്ന ഇവിടുത്തെ മാനേജറാണ്. ഹൈ ബ്രോ, പേര്? സുബയ്യ. ഓക്കെ. എപ്പടി ഇருக்கு ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, ബിസിനസ്സൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു? വരുന്നവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണ്? எல்லா கஸ்டமருக்கும் கொஞ்சம் சாட்டிஸ்ஃபேக்ஷன் அதிகமாக உண்டு. எல்லா கஸ்டமர் வர ஆட்களுக்கு கொஞ்சம் சாட்டிஸ்ஃபேக்ஷன் பார்த்து நோக்கிட்டு சொல்லுது. குறைகள் எல்லாம் எங்கள்கிட்ட சொல்லிட்டு நிறைகள்கிட்ட எல்லாம் நண்பர்கள்ட்ட சொல்லுங்கள் എല്ലാ ആൾക്കാരോടും ചൊല്ലി അറിയാൻ കൊടുക്കും. ഇവിടെ വാഷ്റൂം ഏരിയ ഒക്കെ ഉണ്ടോ? വാഷ്റൂം ഉണ്ട് ഇവിടെ. സൈഡ് ഉണ്ട് അല്ലേ? സൈഡ് ഉണ്ട്. ആൺപിള്ളേർക്ക് തനിയാ, പെൺപിള്ളേർക്ക് തനിയാ വാഷ്റൂം. അതുകൂടെ മെയിൻ ആയിട്ട് സംഭവം രണ്ടുപേർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള വാഷ്റൂം ഉണ്ട്. അപ്പോൾ ഒരു ട്രിപ്പ് വരുന്നവർക്ക് വലിയ ഫാമിലി ആയിട്ട് വരുന്നത്, അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ഫാമിലി ആയിട്ടാണ് വരുന്നത്. അതായത് വലിയൊരു ടീമായിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരാറ്. അങ്ങനെ ആയിരിക്കും അല്ലേ? എല്ലാവരും ആളുകളുണ്ട്. പെരിയ ടൂർ അറേഞ്ച് പെരിയ ഉണ്ട്. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. വെൽക്കം. അപ്പം ശരിക്കും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൃത്തിയുണ്ട് കേട്ടോ. വൃത്തിയുള്ള ഒരു ഏരിയ ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നല്ല കാറ്റാണ് രണ്ട് സൈഡും. നല്ലൊരു കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടി നമുക്കൊരു പീസ്ഫുൾ ആയിട്ടിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹോട്ടലാണ് ഈ ഹോട്ടൽ ഹരിഹരം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെങ്കോട്ടയിലെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിച്ചു. നമ്മൾ ഇനിയുള്ള യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പം ഓരോ സ്ഥലത്ത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും എൻജോയ് ചെയ്യുന്നുണ്ട് ആ നാടും അവിടുത്തെ ആ ഒരു ഫുഡ് സ്റ്റൈലും അതുപോലത്തെ അവിടുത്തെ രുചിയും ഒക്കെ ഞാനും അങ്ങ് എൻജോയ് ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, എൻ്റെ തമിഴ് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ആരും എന്നെ ട്രോളല്ല കേട്ടോ. കാരണം നമ്മൾ പിച്ച വെച്ച് വരുന്നതേ ഉള്ളൂ. എനിവേ ഞാനിവിടെ വൈൻഡപ്പ് പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സേഫ് ഗാർഡ് ഫ്ലവേഴ്സിൽ നിന്ന് ഞാൻ ഡ്രീം റോക്കി. ബൈ.